കുലുക്കിയെന്ന് വൻമരം വീണു. ഇനി ആര്? അതാണ് ചോദ്യം. മലബാർ സൈഡിൽ ഇതിന് ദം സോഡ എന്ന് പറയും. എന്നാൽ പൊതുവെ ഇതിനൊക്കെ പറയുന്നത് ഫുൾ ജാർ സോഡ എന്നാണ്. അതെ, ഫുൾ ജാർ സോഡ, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് പൊളിറ്റിക്കൽ അപ്സ്റ്റാർട്ട് ഓഫ് കണ്ടംപററി സോഡാസ്. അതെ, ഫുൾ ജാർ സോഡ. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു കുക്കപ്പ് സ്റ്റോറീസ്. നമ്മുടെ അടുത്ത പുതിയ കിട്ടില്ലൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ഫേമസ് ആയിട്ട് യൂട്യൂബിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫുൾ ജാർ സോഡയാണ്. ഷോഡയല്ല, സോഡയാണ്. ഇത് നമ്മുടെ വേർഷനാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വേർഷനാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒത്തിരി ഇത് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു 3 കുപ്പി സോഡ തീർത്തതല്ലാണ്ട് ഇന്നലെ ഇത് സക്സസ് ആയില്ല. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറെ ട്വിസ്റ്റുകളൊക്കെ വരുത്തി ചെയ്ത് നോക്കിയപ്പം ആണ് ഇത് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ ഫുൾ ജാർ സോഡ. അയ്യോ, ഓക്കെ, അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയേക്കാം ചേട്ടാ. ഫുൾ ജാർ അടിക്കാൻ റെഡിയാണോ? ഫുൾ ജാർ അടിക്കാൻ റെഡിയാ, ഉണ്ടായോ മതി. ഇന്നലത്തെ പോലെ ആകുമോ എന്നറിയത്തില്ല, എന്നാലും നമുക്ക് തുടങ്ങിയേക്കാം. അയ്യോ, എല്ലാം റെഡി ആയിട്ടോ. സോഡ എടുക്കാൻ പറഞ്ഞു, സോഡ പിടിച്ചില്ല. കൂടുതൽ സോഡ വേണ്ടി വരും. കാരണം എന്താണെന്ന് അറിയോ, ഇന്നലെ പരീക്ഷിച്ച് 3 കുപ്പി തീർന്നതാ. അപ്പൊ നമുക്ക് ഷോർട്ട് ക്ലാസ് എടുക്കാം. ആദ്യം ഏതാ വേണ്ടേ? സ്ട്രോബെറി വേണോ, പൈനാപ്പിൾ വേണോ, ഓറഞ്ച് വേണോ, മാംഗോ വേണോ, ക്രാൻബെറി വേണോ? ഓറഞ്ച് ആയിക്കോട്ടെ. ഓറഞ്ച് അപ്പൊ കളറൊക്കെ ഉള്ള സാധനം ഓറഞ്ച്. ആദ്യം എന്തായാലും ലെമൺ ജ്യൂസ്. സ്പൂണും കൊണ്ട് നടക്കുന്നത് കൺവെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഷുഗർ സിറപ്പ്, ഓറഞ്ച്, വീണ്ടും ഓറഞ്ച്. അതിനുശേഷം നമ്മുടെ ചിയ സീഡ്. നമ്മുടെ നാട്ടിൽ സബ്ജ സീഡ് അല്ലേ, കസ്കസ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഓറഞ്ച് മിക്സാണ്. എനിക്ക് പുതിയ ബോട്ടിൽ പൊട്ടിച്ചേക്കാം. പഴയ ബോട്ടിൽ എനിക്ക് ഗ്യാസ് തീർത്തിട്ടുണ്ടെങ്കിലോ. ഉപ്പ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ഷുഗർ സിറപ്പാണ്, അതുകൊണ്ട് ഉപ്പിച്ചിരി കൂട്ടിയിട്ടാലും അത് ബാലൻസ് ചെയ്തോളും. ഓറഞ്ച് ഒന്ന് ഇളക്കി കുടിക്കാം. കാരണം അല്ലെങ്കിൽ ഇതിന്റെ സാധനമൊന്നും പുറത്ത് വെക്കില്ല. നല്ല ബോളിങ്ങാലോ, കൊള്ളാവോ? കൊള്ളാം. നെക്സ്റ്റ് ഏതാ ഉള്ളത്? പൈനാപ്പിൾ, മാംഗോ, സ്ട്രോബെറി. പൈനാപ്പിൾ ആയിക്കോട്ടെ. എനിക്കറിയാവുന്ന പൈനാപ്പിളാ പറയുള്ളൂ. രണ്ടെണ്ണം ഒരുമിച്ചിടാം. അച്ചാച്ചന് ഏതാ വേണ്ട, എനിക്ക് ഏതാ വേണ്ട? ഞാൻ പൈനാപ്പിൾ എടുത്തോളാം. കൊള്ളാട്ടോ, പൈനാപ്പിൾ കൊള്ളാട്ടോ, നല്ല ഫ്ലേവറാണ്. അടിപൊളി. മാംഗോ വേണോ, ക്രാൻബെറി വേണോ? ആദ്യം രണ്ടും ഒന്നിച്ചുണ്ടാക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഷോർട്ട് ഗ്ലാസ് റെഡിയാക്കാം. മാംഗോ
ഞാൻ മിക്സിയിലിട്ട മാങ്ങ അടിച്ചെടുത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിന് അത്ര ഉണ്ടല്ലോ, ഇതൊരു ഭയങ്കരമായിട്ട് പെട്ടെന്ന് പതഞ്ഞു വരാത്തത്. ഇവിടുത്തെ സോഡയ്ക്ക് അത്ര ഒരു കാർബണേറ്റഡ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതായിരുന്നു പറയുന്നുണ്ടല്ലോ നമ്മൾ മറ്റു വീഡിയോയിൽ കാണുന്നത് ഭയങ്കരമായിട്ട് പതഞ്ഞു വരാത്ത മാംഗോ. ആസ് യൂഷ്വൽ ടേസ്റ്റ് ഒന്നുമില്ല, കാരണം ഇളകിയിട്ടില്ല. അപ്പോഴാണ് മാനേ അതിൻ്റെ കളറ് വന്നത്. എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ടല്ലോ. നല്ല ഉപ്പുല്ലാണോ? നല്ല ടേസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വൺ ക്രാൻബെറി. ഇത് നമ്മൾ ജ്യൂസാണ് കേട്ടോ, കടയിൽ നിന്ന് മേടിച്ച ശുദ്ധമായ ജ്യൂസ്. ഇന്നലെ രാത്രി മൊത്തം പരീക്ഷണമായിരുന്നു. പരീക്ഷിച്ച് 3 കുപ്പി സോഡ തീർത്തു. എന്നിട്ട് സക്സസ് ആയില്ല. അപ്പം നമുക്ക് വാശി കയറി. 3 കുപ്പി സോഡ തീർത്തതല്ല, അത് പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് തന്നെ നിലത്തേടി പൊട്ടിപ്പോയി. അതെ, ഗ്ലാസ് ആത്മഹത്യ ചെയ്തു. ഇത് മറ്റേ പുള്ളി ഇടുന്നാനിട്ടല്ല. ഏത് പുള്ളി? മറ്റേ ഒരു ഫേമസ് ഒരു ഷെഫില്ലേ? ഓക്കെ. 1 2 3 ഗോ. ഇളക്കിയിട്ട് എടുക്കുക, ഇളക്കിയിട്ട് കുടിക്കുക. അത് ഇളക്കി കൊടുക്കുക. ക്രാൻബെറി ആയതുകൊണ്ട് ഇത്രയും കളറായിരുന്നു വരത്തുള്ളത്, ഫ്രഷ് അല്ലല്ലോ. ദിസ് ഈസ് നൈസ്. ശരിക്കും ക്രാൻബെറിയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ ജാർ സോഡയുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫുൾ ജാർ ചെയ്തു, ഞങ്ങളും ഫുൾ ജാർ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ന്യൂസിലാൻഡിൽ നിന്നും വേണ്ടേ ഒരു ഫുൾ ജാറൊക്കെ. അപ്പോൾ എല്ലാവരും റംദാൻ മാസം നന്നായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം കുക്കപ്പ് സ്റ്റോറീസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കാര്യം നമ്മൾ വിചാരിച്ചില്ല. ആര് കണ്ടുപിടിച്ചത്? ഞാനല്ല, ആര് കണ്ടുപിടിച്ചാലും എനിക്കാ നഷ്ടം. 3 പ്രാവശ്യം ഇന്നലെ, ഒരു പ്രാവശ്യം മിന്റ് വാങ്ങിക്കാൻ കടയിൽ പോയി, ഒരു പ്രാവശ്യം നാരങ്ങ വാങ്ങിക്കാൻ പോയി, ഒരു പ്രാവശ്യം സോഡ വാങ്ങിക്കാൻ പോയി. സക്സസ് ആയില്ലേ?